പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം 4.04 കോടി രൂപയാണ് സംഘാടകർ കൈമാറിയത്. ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ലെന്നും ഹോട്ടൽ താമസത്തിന് ചിലവായ 37 ലക്ഷത്തിന് GST ബില്ലുകൾ ഇല്ലെന്നും ദേവസ്വം ബോർഡിന് വൻ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വി ബിനീഷും ആർ രാജീവുമാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ബിനീഷിലേക്ക് പോവുകയാണ്. ബിനീഷ്, ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ പമ്പയുടെ തീരത്ത് നടന്ന ഈ ആഗോള ഭക്തസംഗമം, അതിനെതിരെ ആ സമയത്ത് തന്നെ ഹൈന്ദവ സംഘടനകൾ ഒരേപോലെ രംഗത്തെത്തിയതാണ്. അന്ന് തന്നെ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആളില്ല, ആൾക്കൂട്ടമില്ല, ഇതെന്തിനു വേണ്ടി നടത്തി, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നതാണ്. ഇതാ ഇപ്പോൾ അതിൻ്റെ പേരിൽ കോടികളുടെ തട്ടിപ്പും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണല്ലോ. ഈ CIG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ബിനീഷ്? നിലവിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന കണക്കുകളിൽ മൊത്തം തന്നെ വലിയ ക്രമക്കേടാണ് ഉള്ളത് എന്നതാണ് കൃത്യമായി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി കമ്പനികൾക്ക് ടെൻഡർ നൽകി. ഒപ്പം തന്നെ 2 കോടിയുടെ സ്പോൺസർഷിപ്പ് ആരാണ് എന്ന് വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ല. നേരത്തെ ഹൈക്കോടതിയെ ദേവസ്വം ബോർഡും സർക്കാരും അറിയിച്ചിരുന്നത് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന സാഹചര്യത്തിൽ സ്പോൺസർഷിപ്പിലായിരിക്കും മുഴുവൻ പരിപാടിയും നടത്തുക എന്ന നിലപാടാണ് ഹൈക്കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ അയ്യപ്പ ഭക്ത സംഗമം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു തുക ആദ്യഘട്ടത്തിൽ വകയിരുത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അത് 2 കോടി രൂപയാണ് തിരിച്ചു നൽകാം എന്ന ഒരു മുൻഗണനാ അഭിപ്രായത്തിൽ ദേവസ്വം ബോർഡ് സർക്കാരിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു പരിപാടിക്ക് നൽകിയത്. ആ ഫണ്ട് ഇതുവരെയും തിരിച്ചു നൽകിയിട്ടില്ല. അങ്ങനെ 3.5 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്ത് ചിലവാക്കി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 1.5 കോടി തിരിച്ചു നൽകി, 2 കോടി ഇനിയും തിരിച്ചു നൽകാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഹോട്ടലിൽ താമസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 37 ലക്ഷം രൂപയ്ക്ക് GST ബില്ലുകളില്ല. ഇതിലൂടെ ദേവസ്വം ബോർഡിന് നഷ്ടമായിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒപ്പം തന്നെ നിരവധി ഇത്തരം വിഷയങ്ങൾ ടെൻഡറുകൾ നൽകിയത്. ആ ടെൻഡറുകൾ നൽകിയതിൽ പോലും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് പണം ചിലവാക്കിയത്, സ്റ്റേജ്, കസേര, ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള പബ്ലിസിറ്റി അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെയൊക്കെ പണം ചിലവഴിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ കണക്ക്, പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ കൃത്യമായി പാലിക്കാതെയാണ് ഈ പണം ചിലവഴിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 4000-ഓളം പേരാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് കണക്ക്. പക്ഷേ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 1000-ൽ താഴെ പേർ മാത്രമേ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളൂ. പക്ഷേ ഭക്ഷണത്തിൻ്റെ ചിലവ് നോക്കുമ്പോൾ 5000-ലധികം പേർ ഭക്ഷണം കഴിച്ചതായിട്ടുള്ള ഒരു കള്ളക്കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ദേവസ്വം വകുപ്പ് നടത്തിയ ഈ പരിപാടിയിൽ കണക്കുകൾ വന്നിരിക്കുന്നു. ആ പൈസ ചിലവാക്കിയതായി കാണിക്കുന്നു. ഈ പണം ആർക്കാണ് നൽകിയത്? ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് അനുസരിച്ച് 12.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം നൽകിയതിലൂടെ ചിലവ് വന്നു എന്നതാണ് കണക്കിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ CPM-നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും സ്പോൺസർഷിപ്പ് പോലെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ഒരു മാനദണ്ഡവും പാലിക്കാതെ എല്ലാം നേരിട്ട് ഊരാളുങ്കൽ കൊടുക്കുന്ന ഒരു രീതി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതിന് സമാനമായ രീതിയിൽ 4.04 കോടി രൂപയുടെ വർക്ക്, പല തരത്തിലുള്ള വർക്കുകൾ ഈ ടെൻഡർ പോലും മറ്റൊരു കമ്പനിയുടെ ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഊരാളുങ്കലിന് ഈ 4.04 കോടി രൂപ ഇനിയും നൽകാനുണ്ട് എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും 5 കോടി രൂപ
ചിലവ് മുന്നിൽ കണ്ട് നടത്തിയ പരിപാടി 6 കോടിയിലധികം രൂപ ചിലവഴിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പല ഘട്ടങ്ങളിലും ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് സ്പോൺസർഷിപ്പിലൂടെ ഈ പരിപാടി നടത്തുമെന്ന് അറിയിക്കുമ്പോൾ ആ പരിപാടി പൂർണ്ണമായും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവസ്വം ഫണ്ടുകളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തട്ടിപ്പ് നടത്തിയ ഒരു പരിപാടിയാക്കി അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത് അത് തന്നെയാണ് ബിനീഷ്. അതായത് ഏതാണ്ട് ഒരു 8 കോടി രൂപ ഇതിന് ചെലവ് വരും എന്ന് ഈ സംഗമം നടക്കുന്ന സമയം മുതൽ തന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. അതിലേതാണ്ട് 3.5 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നു എന്ന കാര്യം പിന്നീട് മനസ്സിലായി. അപ്പോൾ ബാക്കി തുക എവിടുന്ന് വന്നു എന്നതിനെ പറ്റി ഒരു കണക്കുണ്ടോ? അതായത് സ്പോൺസർമാരെ ഉപയോഗിച്ച് നടത്താവൂ എന്നത് കോടതി ഉത്തരവാണ്. പക്ഷേ ഈ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ട് അല്ലാതെ ബാക്കി തുക എവിടുന്ന് കിട്ടി എന്നാണ് ഈ ഘട്ടത്തിൽ ബോർഡ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ അത്തരത്തിൽ പരാമർശമില്ല. 2 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ചുള്ള യാതൊരു ധാരണയും ഓഡിറ്റിന്റെ ഭാഗമായി ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് എങ്ങനെ ലഭിച്ചു എന്ന് വ്യക്തതയില്ലാത്ത സാഹചര്യമെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ പണം എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ കിട്ടിയ പണങ്ങൾ ഏതൊക്കെ തരത്തിൽ ചെലവഴിച്ചു, എന്നിട്ടും ഇത്രയും കടം എങ്ങനെ വന്നു എന്നൊക്കെ സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. സംശയങ്ങൾ മാത്രമല്ല, ഓഡിറ്റിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൻ ക്രമക്കേട് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സർക്കാർ വകുപ്പിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് GST എന്ന് പറയുന്ന സംവിധാനം അത് കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ്. GST ടാക്സ് ഇനത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട വരുമാനമാണ്. ആ വരുമാനത്തെ പോലും അട്ടിമറിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 37 ലക്ഷം രൂപയുടെ പ്രത്യേകിച്ച് ഈ ഗസ്റ്റുകളെ താമസിച്ചിട്ടുള്ള ഹോട്ടൽ റൂമുകളിൽ നിന്ന് വാങ്ങിച്ച ബില്ലുകളിൽ GST ഇല്ല. GST ഇല്ലാതെ എങ്ങനെ ബില്ലുകൾ നൽകി? അപ്പോൾ അതിൽ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കാരണം GST അടച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് ഈ ഫണ്ടിൻ്റെ വിനിയോഗം നടന്നതെന്ന് സർക്കാരിലേക്ക് കണക്കുകൾ പോകും. ആ കണക്കുകൾ പോലും പോകാതിരിക്കാനുള്ള ഒരു അട്ടിമറി ശ്രമം, വൻ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. GST ഒരു സർക്കാർ സംവിധാനത്തിൽ അടയ്ക്കാതെ വരുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായി ഒരു സാധാരണക്കാരന് പോലും അത് മനസ്സിലാക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. ആ തട്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ബില്ലുകളൊക്കെ കാണിച്ച് തൽക്കാലത്തേക്ക് സപ്പോർട്ട് വരുത്തുക, അല്ലെങ്കിൽ ആ ബില്ലുകൾക്ക് ഒരു പിൻബലം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഈ GST ഇല്ലാത്ത ബില്ലുകൾ നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ആ ഇനത്തിലും ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശം. ഒപ്പം ഒരു നിമിഷം തുടരുമ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, നമുക്കറിയാം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണത്തിൻ്റെ ഗതി പോകുന്നതൊക്കെ, അതോടൊപ്പം തന്നെ പിന്നീട് കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അന്വേഷണം ഏതാണ്ട് പ്രാഥമിക ഘട്ടത്തിലാണ്. അതിന് പിന്നാലെ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, അതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഇതൊരു അനാവശ്യമായ സംഗമമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പ് കൂടി നടന്നു എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശ്രീ RV ബാബു, ഈ പറയുന്ന ദിവസം നടന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള തട്ടിപ്പ് സംഗമമാണ്. ആഗോള തട്ടിപ്പ് സംഗമമാണ് പമ്പയിൽ നടന്നത് എന്ന് അക്കാലം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ പറയുന്നുണ്ട്. അതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് ഹൈന്ദവ നേതാക്കന്മാര് അക്കാലം തന്നെ ആ സമയത്ത് തന്നെ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തിയതാണ്. അതിനെ അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ 10 പൈസ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നിലനിൽക്കുമ്പോൾ അന്ന് അവർ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കില്ല, ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നതാണ്. തന്നെ ആകെ ചെലവായ 7 കോടി റുപ്യോളം ചെലവായതിൽ വെറും 4 കോടിയിൽ താഴെ റുപ്യയാണ്, 3 കോടിയോളം രൂപയാണ് സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയതെന്ന് മനസ്സിലാവുന്നത്. അതും സ്പോൺസർഷിപ്പിൽ നൽകിയിരിക്കുന്നത് ആരാ? കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണ്. അതായത് പൊതുജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഈ തട്ടിപ്പ് സംഘം നടത്താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 പേരല്ലാതെ മറ്റൊരു സ്പോൺസർഷിപ്പ് കിട്ടിയില്ല.
അപ്പോൾ ബാക്കി ചെലവായ തുക എങ്ങനെയാണ്? ബാക്കി ചെലവായ തുക ഈ മൊത്തം ചെലവായ തുക തന്നെ ഇത്രയും കോടി രൂപ എങ്ങനെയാണ് വരുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അതായത് ഒരുപാട് പൈസ ഈ തെറ്റായിട്ട് രേഖപ്പെടുത്തുകയും തെറ്റായിട്ടുള്ള വൗച്ചർ ഉണ്ടാക്കുകയും ചെയ്തതായിട്ടൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ച കിടക്കുകൾ കാണാനില്ല എന്ന് പറയുന്നു. അവിടെ ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ കഴിച്ച ആൾക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ചും ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ സമ്മേളനം നടക്കാത്ത ദിവസം 3000 പേര് ഭക്ഷണം കഴിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ്, ആഗോള തട്ടിപ്പ് സംഗമമാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ CPM-ന്റെ ഭരണസമിതി, പ്രശാന്തന്റെ ഭരണസമിതി പമ്പയിൽ നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ വിദേശത്തു നിന്നുള്ള അയ്യപ്പന്മാരെയൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ, ഈ അയ്യപ്പന്മാരെ തട്ടിച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പമ്പയിൽ നടന്നത്. അതിപ്പോ വ്യക്തമായിരിക്കുന്നു. CPM എല്ലാ കാലത്തും ഹൈന്ദവ വിശ്വാസികളെ വഞ്ചിക്കുന്ന, തട്ടിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് ശബരിമലയുടെ കാര്യത്തിൽ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വസ്തുതകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ RV ബാബു ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. പമ്പയിൽ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പ് കൂടി നടന്നിരിക്കുകയാണ്. ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം TV-ക്ക് ലഭിച്ചു.